തങ്ങളുടെ പ്രിയപ്പെട്ട ചിക്കിയെ കാണാനില്ലെന്ന് പരാതി കൊടുത്തിട്ട് 10 ദിവസത്തിലധികമായ ഈ നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായ വളർത്തുനായ ചിക്കിനെ കണ്ടെത്തി. ക്ഷീണവും ദേഹത്ത് ചെറിയൊരു മുറിവുണ്ടെങ്കിലും നായയെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് വീട്ടുകാർ. ആലപ്പുഴ ചെറിയ കലവൂരിൽ നിന്ന് കാണാതായ നായയെ കണ്ടെത്തുന്നവർക്ക് 5000 രൂപ സമ്മാനം പ്രഖ്യാപിച്ച് വീട്ടുകാർ തിരച്ചിൽ നടത്തുന്നത് പത്രങ്ങളിൽ വാർത്തയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് ചിക്കിനെ കിട്ടിയത്. കാണാതായ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെ 11-ാം മൈലിന് കിഴക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്ത് 1-ാം വാർഡ് മാടവനയിൽ രതീഷിന്റെ വീട്ടിലായിരുന്നു ചിക്ക്. വാർത്ത കണ്ട രതീഷിന്റെ ഭാര്യ അനിത വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഫോട്ടോ കൂടി അയച്ചു കൊടുത്തതോടെ ഉണ്ണികൃഷ്ണൻ ചിക്കിനെ തിരിച്ചറിഞ്ഞു. 3 ദിവസമായി നായ ഇവരുടെ വീട്ടിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണന്റെ വളർത്തുനായാണ് ചിക്കി. ഓണത്തിന് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നതാണ് ചിക്കിനെ. തിരുവോണ ദിവസമാണ് കാണാതായതും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് നായകളുടെ ചിത്രങ്ങളാണ് ചിക്കിന്റേതെന്ന് സംശയിച്ച് ഉണ്ണികൃഷ്ണൻ ലഭിച്ചിരുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ഉല്ലാസും അച്ഛൻ മുരളീധരനും നായയെ ഏറ്റുവാങ്ങി. ഇവർ 5000 രൂപ സമ്മാനമായി നൽകിയെങ്കിലും അനിത അത് വാങ്ങിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ കേരളത്തിലെത്തിയതായിരുന്നു ചിക്ക്. ചിക്ക് എന്ന 4.5 വയസ്സുള്ള നാടൻ പെണ്ണായയെ കാത്തിരിക്കുകയായിരുന്നു ബാംഗ്ലൂരുവിലെ IT ഉദ്യോഗസ്ഥനായിട്ടുള്ള ഉണ്ണികൃഷ്ണനും കുടുംബവും. തിരുവോണ നാളിൽ ചെറിയ കലവൂരിന് സമീപത്തുള്ള വീട്ടിൽ നിന്നാണ് നായയെ കാണാതായത്. ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ഉല്ലാസ് കൃഷ്ണൻ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിൽ നായയെ തിരികെയായിരുന്നു. 15-ാം തീയതി ചിക്കിനെ വീട്ടിൽ തനിച്ചാക്കി വൈകിട്ടോടെ പുറത്തു പോയതായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കു ശേഷം കുടുംബം തിരികെ എത്തിയപ്പോൾ നായ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ പുലികളി വന്നു പോയിരുന്നതിനാൽ മേളത്തിന്റെയും വെടിപ്പൊട്ടുന്നതിന്റെയും ശബ്ദം കേട്ട് ഭയന്ന് ഓടിപ്പോയിരിക്കാമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത്. ചിക്കിന് വെടിശബ്ദം ഭയമായിരുന്നു. 2020-ലാണ് ഇവർ ചിക്കിനെ വളർത്താൻ തുടങ്ങിയത്. കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണ് ചിക്കും. ഇതിനെ കാണാതായതറിഞ്ഞ് അതീവ ദുഃഖത്തിലായിരുന്നു കുടുംബം. ഇപ്പോൾ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കുടുംബം.